വിശുദ്ധ ഔസേ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് 9 അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹേറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം. നിസ്സഹായാവസ്ഥയിൽ തിരുക്കുടുംബത്തിന് താങ്ങായ വിശുദ്ധ ഔസേ പിതാവ്. നമ്മുടെ ജീവിത ലക്ഷ്യം ക്ഷണികമായ സുഖഭോഗങ്ങൾ ആസ്വദിക്കുകയല്ല, പ്രത്യുത നമ്മെ തന്നെ പവിത്രീകരിച്ച് സാർവത്രികവും സനാതനവുമായ ജീവിതത്തിനുള്ള കളമൊരുക്കുക അഥവാ ദൈവവുമായിട്ടുള്ള നിത്യസമാഗമം നടത്തുക എന്നാണ് കുരിശ് നമ്മോട് പ്രസംഗിക്കുന്നത്. പലരും ജീവിത ക്ലേശങ്ങളിൽ ഇതെല്ലാം വിസ്മരിച്ച് നിരാശരാകാറുണ്ട്. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. മിശിഹായുടെ പീഡാനുഭവം പരിത്രാണ കർമ്മത്തിന് മതിയാകാത്തതിനാലല്ല, പ്രത്യുത അവിടുത്തെ ഭൗതിക ശരീരത്തിലെ ഓരോ വ്യക്തിക്കും മിശിഹായുടെ പെസഹാ രഹസ്യത്തിൽ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പിതാവ് മാർ യൗസേപ്പും മിശിഹായോടുകൂടി അവിടുത്തെ സഹനത്തിൽ പങ്കുചേർന്നു. ബെത്ലഹേമിലെ ഏറ്റവും ദരിദ്രമായ ജീവിതത്തിൽ മിശിഹായുടെ സ്വയം ശൂന്യമാക്കലിൽ അദ്ദേഹം ഭാഗഭാക്കായി. പൗരസ്ത്യ വിജ്ഞാനികൾ വന്ന് ഈശോയെ ആരാധിച്ചപ്പോൾ വിശുദ്ധ ഔസേപ്പിന് വളരെ വലിയ സന്തോഷം അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഈ സന്തോഷത്തിന് അധിക ദൈർഘ്യമില്ലായിരുന്നു. ഹെറോദേസ് ദേവകുമാരന്റെ ജീവനെ അപഹരിക്കാനുള്ള സന്നാഹങ്ങൾ ആരംഭിച്ചതായി അദ്ദേഹം കേട്ടപാടെ മാർ ഔസേ പിതാവും കന്യകാമേരിയും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു. സ്വന്തം നാടിനെയും വീടിനെയും ബന്ധുമിത്രാദികളെയും വേർപെട്ട് വിദൂരവും അജ്ഞാതവുമായ ഒരു ദേശത്ത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ പ്രവാസ ജീവിതം അനുഷ്ഠിക്കേണ്ടി വരിക എത്ര ദുർവഹമായിരിക്കും. യാത്രയ്ക്ക് വാഹനങ്ങളൊന്നുമില്ല. മണലാരണ്യത്തിലൂടെയുള്ള പ്രയാണം, മാർഗമധ്യേ വന്യമൃഗങ്ങളിൽ നിന്നും തസ്കര സംഘങ്ങളിൽ നിന്നുമുള്ള ആക്രമണ ഭീഷണി, അങ്ങനെ പ്രതിബന്ധങ്ങളേറെ. ഇപ്രകാരം വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഈജിപ്തിൽ എത്തിച്ചേർന്ന തിരുക്കുടുംബത്തിന് ഹൃദ്യമായ സ്വാഗതമല്ല അവിടെ ലഭിച്ചത്. യഹൂദന്മാരെ സംശയദൃഷ്ടിയോടെയാണ് ഈജിപ്തുകാർ വീക്ഷിച്ചത്. അപരിചിതരുടെ മധ്യത്തിൽ സാമ്പത്തികമായ പരിമിതികളിൽ സഹായഹസ്തം നീട്ടുന്നവർ വളരെ വിരളമാണല്ലോ. പോരെങ്കിൽ പരസ്നേഹം എന്നുള്ളത് എന്തെന്ന് ഗ്രഹിക്കാതിരുന്ന കാലത്ത് അവിടെയും വിശുദ്ധ ഔസേപ്പ് അദ്ദേഹത്തിൻ്റെ നിത്യവൃത്തിക്കായി സ്വീകരിച്ചത് തൻ്റെ ജോലി തന്നെ ആയിരിക്കണം. ഇപ്രകാരമുള്ള ക്ലേശപൂർണമായ സാഹചര്യത്തിലും നമ്മുടെ ഔസേ പിതാവ് ദൈവത്തിൽ സർവ്വപ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. ലോക പരിത്രാതാവിനോട് കൂടിയുള്ള ജീവിതം ഒരു പുതിയ യുഗത്തിൻ്റെ ഉദയം കുറിച്ചു. സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിച്ചവർ തിരുക്കുടുംബത്തിൻ്റെ ജീവിത രീതിയിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകണം. എന്നെ അനുഗമിക്കുകയും തന്നെ തന്നെ പരിത്യജിക്കുകയും ചെയ്യാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ മുൻപിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതായി മാറണം. മാർ ഔസേപ്പിന് യാതനകൾ അനുഭവിക്കുന്നവരോട് വലിയ കാരുണ്യമുണ്ട്. സംഭവം മാനുഷികമായ രീതിയിൽ അസംഭവ്യമാണെന്ന് കരുതുന്ന പലതും ദൈവസഹായം കൊണ്ട് സാധിക്കാറുണ്ട്. ഒരിക്കൽ ഒരു ഇടത്തരം കുടുംബത്തിൽ നടന്ന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ആ വീട്ടിലെ പട്ടിയെ ഒരു പേനായ് കടിച്ചു. അതോടെ ആ പട്ടിയും ഒരു പേപ്പട്ടിയായി മാറി. പട്ടിക്ക് പേ ഇളകി എന്നറിഞ്ഞതോടെ വീട്ടിലുള്ളവരെല്ലാം ഭയവിഹ്വലരായി. ഭ്രാന്തൻ നായ് വീട്ടിലും പരിസരത്തും ചുറ്റി നടന്ന് വളർത്തുമൃഗങ്ങളെയെല്ലാം കടിച്ചു. കുടുംബനായകൻ ദൂരെയുള്ള ജോലി സ്ഥലത്താണ്. അയാളുടെ ഭാര്യ ഭയന്നു വിറച്ച് മുറിക്കുള്ളിൽ കയറി. കുറെ നേരം വീട്ടിലും മുറ്റത്തുമായി ഓടി നടന്ന ശേഷം പട്ടി പുരയിടത്തിലേക്ക് ഇറങ്ങി. അതാ ആ വീട്ടിലെ 3ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. പേപ്പട്ടി അവരുടെ അടുത്തെത്തിയാൽ അപകടവും. ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ യാതൊരു മാർഗവുമില്ല. നിമിഷങ്ങൾ മാത്രം. അരുമ കുഞ്ഞുങ്ങളെ ഭ്രാന്തനായി കടിക്കുന്നത് സ്വന്തം അമ്മ നോക്കി നിൽക്കണം. വേദനയും സംഭ്രാന്തിയും കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, തിരുക്കുടുംബത്തിന്റെ പാലകനായ മാർ ഔസേപ്പേ, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. പിഞ്ചു കുഞ്ഞുങ്ങളെ കടിക്കുവാൻ വന്ന നായ് കുരച്ചുകൊണ്ട് അവരെ സമീപിച്ചെങ്കിലും ഒരു നിമിഷം അവരുടെ അടുക്കൽ നിന്നിട്ട് എവിടേക്കോ ഓടി മറഞ്ഞു. മാർ ഔസേപ്പിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ സ്വന്തം മക്കളെ വാരിപ്പുണർന്നു. ജപം. ഭക്തവത്സലനായ മാർ ഔസേപ്പേ, അങ്ങ് ജീവിതത്തിൽ അനേകം യാതനകൾ അനുഭവിച്ചതിനാൽ ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് അതീവ കാരുണ്യമുള്ളവനാണല്ലോ.
ഞങ്ങൾ വിപത്തുകൾ നേരിടുമ്പോൾ വിഗതധൈര്യരാകാതെ പ്രശാന്തതയോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ട ധൈര്യവും ശക്തിയും നൽകണമേ. വിശുദ്ധി പ്രാപിക്കുവാൻ സഹനം എത്ര ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവയെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക. പ്രിയ പിതാവേ, അങ്ങയുടെ മാതൃക ഞങ്ങൾ സഹനത്തിൽ അനുകരിക്കുവാൻ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. ദുഃഖിതരുടെ ആലംബമേ, ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ.